പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായിരിക്കുകയാണ്. മക്കൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്ക മാതാപിതാക്കൾക്കാണ്. കാരണം ലഹരി മാഫിയ ഈ കാലഘട്ടത്തിൽ കുട്ടികളെ പിടിമുറുക്കുന്ന, അതല്ലെങ്കിൽ സ്കൂളുകളുടെയും കോളേജുകളുടെയും എല്ലാം സമീപത്ത് ലഹരി മാഫിയയുടെ സാന്നിധ്യമുണ്ട്. ഈ സമീപ ദിവസങ്ങളിൽ പുറത്തു വന്ന പല വാർത്തകളും, അതായത് എറണാകുളം ആലുവയിൽ ഒരു 12 വയസ്സുകാരൻ ലഹരിക്ക് അടിമയായ അവൻ്റെ സഹോദരിക്ക് 10 വയസ്സുള്ള സഹോദരിക്ക് ലഹരി നൽകി അങ്ങനെ പല രീതിയിൽ ചൂഷണം ചെയ്ത വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നു. അതോടൊപ്പം സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം, സോഷ്യൽ മീഡിയയുടെ പ്രണയക്കെണി, ലഹരിക്കെണി, മാത്രമല്ല മാതാപിതാക്കളൊന്നും വഴക്കു പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വീട് വിട്ടു പോകുന്ന നിരവധി വാർത്തകൾ ഈ സമീപ ദിവസങ്ങളിൽ പുറത്തു വന്നു. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ സ്കൂളുകൾ തുറക്കുമ്പോൾ മാതാപിതാക്കളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. അങ്ങനെ കുട്ടികളുടെ കാര്യത്തിൽ ആശങ്ക വേണോ? ലഹരി മാഫിയക്കെതിരെ എങ്ങനെയാണ് പ്രതിരോധം തീർക്കേണ്ടത്? സ്കൂളുകളും രക്ഷിതാക്കളും എന്തൊക്കെ ശ്രദ്ധിക്കണം? ഈ വിഷയമാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും കൊച്ചിയിൽ നിന്ന് ഡാനി പോളും ചേരുന്നുണ്ട്. ഇതോടൊപ്പം മനഃശാസ്ത്രജ്ഞ ഡോക്ടർ എൽസി ഉമ്മനും സ്പോട്ട് ലൈവിൽ തത്സമയം ചേരും. ആദ്യം ഡാൻ കുര്യനിലേക്കാണ്. ഡാൻ, നമുക്കറിയാം ഈ സ്കൂളുകൾക്കും കോളേജുകളും കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് ഈ കാലഘട്ടത്തിൽ ലഹരി മാഫിയയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. ഒരു കാലഘട്ടത്തിൽ ക്യാമ്പസുകളിലാണെങ്കിൽ ഇന്ന് ഒരു കൗമാരക്കാരായ വിദ്യാർത്ഥികളെയാണ് ലഹരി മാഫിയ പ്രധാനമായി ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ് പല രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ട്. പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ തന്നെ ഓരോ സ്കൂളുകൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ ബോധവൽക്കരണ പരിപാടികൾ, ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കണമെന്നാണ്. കുട്ടികൾ കൃത്യമായ ബോധവൽക്കരണം നൽകണമെന്നാണ്. എങ്ങനെയാണ് സർക്കാരിൻ്റെ അതോടൊപ്പം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ, സ്കൂളുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഈ ലഹരി മാഫിയോ സംസ്ഥാനത്ത് വേരുറപ്പിച്ചത് വലിയ തരത്തിലുള്ള ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുന്ന സാഹചര്യം ഒരുപാട് നാളുകളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ നേരിടുന്നതിനു വേണ്ടി ആഭ്യന്തര വകുപ്പ് തന്നെ ഊർജിതമായ നടപടികൾക്ക് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിന് പിന്നാലെ തുടക്കം കുറിച്ചതാണ്. അങ്ങനെ എല്ലാ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസും എക്സൈസും ഉൾപ്പെടെയുള്ള പോലീസിൻ്റെയും മറ്റ് സംവിധാനങ്ങളുടെയും ഒക്കെ സംയുക്ത നേതൃത്വത്തിൽ പരിശോധനകൾ വ്യാപകമാക്കുകയും ലഹരി വ്യാപനത്തിന് ഒരു പരിധിവരെ തടയിടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വലിയ ആശ്വാസത്തിലാണ് ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ളത്. പക്ഷേ സ്കൂൾ വർഷം, അധ്യയന വർഷം ഇന്ന് ആരംഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി ജാഗ്രതയോടെ കാര്യങ്ങൾ നോക്കിക്കാണേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സ്ഥിതി എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായി ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ, ഈ ലഹരി മാഫിയയുടെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് ഇതിൻ്റെ കാരിയേഴ്സായി വിദ്യാർത്ഥികളെ തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെ ഈ കാരിയേഴ്സായി വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നു എന്നതാണ് ആദ്യം രക്ഷിതാക്കളും അതോടൊപ്പം വിദ്യാർത്ഥികളും മനസ്സിലാക്കേണ്ടത്. അതായത് ഈ പ്രത്യേകിച്ച് ഹൈസ്കൂളിൽ ഈ 9ാം ക്ലാസ്, 10ാം ക്ലാസ്, അതിനുശേഷം +1, +2 ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ആയിരിക്കും ആദ്യം ഈ ലഹരി മാഫിയ ലക്ഷ്യം വെക്കുക. ഈ സ്കൂളുകൾക്ക് സമീപത്തുള്ള ബേക്കറികൾ അല്ലെങ്കിൽ മറ്റ് ഭക്ഷ്യവസ്തുക്കളൊക്കെ വിൽക്കുന്ന സ്ഥാപനങ്ങളിൽ ഈ മിഠായിയുടെ രൂപത്തിൽ ലഹരി കലർന്നിട്ടുള്ള വസ്തുക്കൾ അത് വളരെ തന്ത്രപൂർവമായി എത്തിക്കുകയും ഈ മധുര പലഹാരങ്ങൾക്ക് ഒപ്പം ഈ ലഹരി ഈ മിക്സ് ചെയ്ത മിഠായികൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നതാണ് ഒരു തരത്തിലുള്ള രീതി. മറ്റൊന്ന്, ഈ പ്രണയക്കെണിയിൽപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഈ ലഹരി മാഫിയയുടെ കെണിയിലേക്ക് ഒരു കരിയറായി ഇവരെ ഉപയോഗിക്കുക എന്നതാണ്. പ്രത്യേകിച്ച് ഈ അപരിചിതരായിട്ടുള്ള ആളുകൾ പെട്ടെന്ന് സൗഹൃദം നടിച്ച് ഒപ്പം അടുത്തു വരികയും ആ സൗഹൃദം വളർന്ന ദിവസങ്ങൾക്കകം സെൽഫി എടുക്കണം അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തണമെന്ന ആവശ്യങ്ങൾ മുമ്പോട്ട് വെക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ ഉറപ്പിച്ചു കൊള്ളണം അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചതിവലയുണ്ട്. ഇതാണ് എക്സൈസും പോലീസുമൊക്കെ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം. അതായത് കാരിയേഴ്സായി വിദ്യാർത്ഥികളെ തന്നെ ഉപയോഗിക്കുന്നതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് ഇതിൻ്റെ വ്യാപനം പരമാവധി കൂട്ടാൻ കഴിയും. മാത്രവുമല്ല, വിദ്യാർത്ഥികളെ സാധാരണയായി പോലീസോ മറ്റ് ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്ന എക്സൈസ് ഉദ്യോഗസ്ഥരോ ഒന്നും ഒരിക്കലും സംശയിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല. അതാണ് ഈ ലഹരി മാഫിയ സംഘങ്ങൾ മുതലെടുക്കുന്നത്. പലപ്പോഴും പിടിയിലാകുന്നത് വിൽപ്പനക്കാർ മാത്രമാണ്. ഇതിന് പിന്നിലുള്ള വമ്പൻ സ്രാവുകൾ ഇപ്പോഴും ഒളിവിലാണ്, അവർ കാണാമറയത്താണ്. അവർ ആരാണ് എന്നതിനെ സംബന്ധിച്ച ഒരു സൂചനകളും ആർക്കുമില്ല. അഥവാ എന്തെങ്കിലും സൂചനകൾ ലഭിച്ചാൽ തന്നെ അവരിലേക്ക് എത്താൻ കഴിയാത്ത തരത്തിലുള്ള
വലിയ സ്വാധീന വലയങ്ങൾക്കുള്ളിലായിരിക്കും അവർ കഴിയുന്നത് എന്നൊരു പെരിഫറലായിട്ടുള്ള വിവരങ്ങൾ മാത്രമായിരിക്കും ഉദ്യോഗസ്ഥരും നമ്മളോട് പങ്കുവെക്കുക. എന്തായാലും അധ്യയന വർഷം തുടങ്ങുമ്പോൾ പോലീസ് മുമ്പോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം വിദ്യാർത്ഥികളുമായി രക്ഷകർത്താക്കൾ എല്ലാ ദിവസത്തെയും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടി, അതായത് പഠനം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചറിയുന്നതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ കൂടി ചോദിച്ച് മനസ്സിലാക്കാൻ സമയം കണ്ടെത്തണം. അങ്ങനെ എന്തെങ്കിലും അസ്വാഭാവികതകൾ പെരുമാറ്റത്തിൽ ഉണ്ടായാൽ അപ്പോൾ തന്നെ അത് തിരിച്ചറിയാനും അത് രക്ഷകർത്താക്കൾ സ്കൂളിലെ അധ്യാപകരെ അറിയിക്കാനും അധ്യാപകർ ആ വിഷയത്തെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യാനും കൃത്യമായി പോലീസിനെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈ നടപടികൾക്ക് നിർദ്ദേശം നൽകുന്ന അധികൃതരെയും അറിയിക്കാൻ തയ്യാറാകണം. ഇതിലൊരു അമാന്തം വിചാരിക്കരുത്. പോലീസും എക്സൈസും മാത്രം വിചാരിച്ചാൽ ഈ ചതിവലകളിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെ രക്ഷകർത്താക്കളുടെ കൂടി പൂർണ്ണമായ ഒരു പിന്തുണ. ഡാൻ സൂചിപ്പിച്ചതുപോലെ പോലീസും എക്സൈസും മാത്രമല്ല, രക്ഷിതാക്കളും ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം കുട്ടികളോട് കൃത്യമായും അവരെ കേൾക്കാൻ, എന്നും അവരോട് സംസാരിക്കാൻ, വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും വിശേഷങ്ങൾ ചോദിച്ചറിയാനും ഒക്കെ രക്ഷിതാക്കളും തയ്യാറാകേണ്ടതാണ്. ഡാൻ തുടരുക. ഡാൻ ഇപ്പോൾ കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഈ സമീപ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തിയ വാർത്തകൾ ഉണ്ടായത് കൊച്ചിയിൽ നിന്നാണ്, പ്രത്യേകിച്ച് ലഹരിയുമായി ബന്ധപ്പെട്ട്. ആലുവയിലൊരു 12 വയസ്സുകാരൻ ലഹരി നൽകി തൻ്റെ സഹോദരിയെ പീഡിപ്പിച്ച കേസ്. അത് 12 വയസ്സുകാരൻ നെടുമ്പാശ്ശേരിയിൽ നിന്നും പിടികൂടുമ്പോൾ പിന്നീട് പുറത്തു വന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു. കഴിഞ്ഞ 1 വർഷത്തിനിടെ സ്വന്തം പിതാവിൻ്റെ 3 ലക്ഷത്തോളം രൂപ അപഹരിക്കുന്നു, പിന്നീട് ലഹരി വാങ്ങുന്നു. അങ്ങനെ രണ്ടുപേരും ലഹരിക്ക് അടിമയാകുന്ന കാഴ്ചകൾ. അങ്ങനെ പ്രത്യേകിച്ച് കൊച്ചി ഒരു ലഹരിയുടെ പ്രധാനപ്പെട്ട ഹബ്ബായി മാറുന്നു. കൊച്ചി നഗരം കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ പിടിമുറുക്കുന്ന അവസ്ഥ. എങ്ങനെയാണ് ഈ പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഇടപെടലുകൾ, കൃത്യമായ പരിശോധനകൾ, അതോടൊപ്പം പോലീസിൻ്റെയൊക്കെ നിരീക്ഷണങ്ങൾ സ്കൂളുകളും കോളേജുകളൊക്കെ കേന്ദ്രീകരിച്ച് ശക്തമാക്കിയിട്ടുണ്ടോ? ടോം, ഇതിൽ പോലീസും എക്സൈസും കൃത്യമായ രീതിയിലൊരു പരിശോധനകളിലേക്ക് കടക്കുക, അവർക്കുള്ള ഒരു നിർദ്ദേശങ്ങൾ സ്വാഭാവികമായും തന്നെയും പരിശോധനകൾ കർശനമാക്കുക എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് സ്കൂൾ പരിസരങ്ങൾ, മറ്റു മേഖലകളെല്ലാം തന്നെ വിദ്യാർത്ഥികൾ കൂടുതൽ സംഗമിക്കുന്ന ഇടങ്ങൾ, അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഈ കച്ചവടക്കാരുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ കൂടുതൽ നിരീക്ഷണം ശക്തമാക്കുക എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിലുള്ള പരിശോധനകൾ ഊർജിതമാക്കേണ്ടതുണ്ട്. അതിനേക്കാളും അപ്പുറം ഈ 2 ഏജൻസികളും നൽകുന്ന ഏറ്റവും വലിയൊരു നിർദ്ദേശം എന്ന് പറയുന്നത് ഇതാ കുറെ കൂടി തുറന്ന സമീപനം കുട്ടികളോട് ഉണ്ടാകുക, കുട്ടികൾക്ക് കാര്യങ്ങൾ പറയുവാനുള്ള ഒരു വേദി ഉണ്ടാകുക, എന്തൊക്കെയാണ് എന്നും ഉണ്ടാകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് കൃത്യമായ ഒരു അവബോധം സൃഷ്ടിക്കുക എന്നതാണ്. ക്യാമ്പസുകൾ അല്ലെങ്കിൽ സ്കൂൾ തലങ്ങൾ ഇവിടേക്കെല്ലാം തന്നെ വരുമ്പോൾ, നമ്മളിപ്പോൾ പുതിയ ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ പോലും അത് ഒരു ടീച്ചർമാർക്കടക്കം നൽകിയിരിക്കുന്ന, അധ്യാപകർക്കടക്കം നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശങ്ങൾ പെടുന്നതാണ്. കുറച്ചുകൂടി തുറന്ന സമീപനത്തോടെ കുട്ടികൾക്ക് അവരോട് കൂടുതൽ സൗഹൃദം സ്ഥാപിക്കുക എന്നത് തന്നെയാണ്, അവർ കാര്യങ്ങൾ പറയുവാനായിട്ട് കൂടുതൽ അടുപ്പം ഉണ്ടാക്കിയെടുക്കുക. ഇത് തന്നെ വീടുകളിലേക്കും വരുമ്പോഴും അത് തന്നെയാണ്. കാരണം ഒരു സുഹൃത്തിനോളം അടുപ്പം സൃഷ്ടിക്കാൻ ഒരുപക്ഷെ മറ്റാർക്കും കഴിയാത്തൊരു സാഹചര്യത്തിലൂടെയൊക്കെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ വീടുകൾക്കകത്തും ഉണ്ടാകേണ്ടത് അത്തരം സൗഹൃദപരമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. പഴയ കാലങ്ങളിൽ നിന്നെല്ലാം തന്നെ മാറിപ്പോയിരിക്കുന്നു. ഇന്നത്തെ ഒരു സാഹചര്യത്തിലേക്കെല്ലാം വരുമ്പോൾ കുട്ടികളുടെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ മൊബൈൽ ഫോൺ ഉയർത്തി കാണിക്കുന്നവരെ നമ്മൾക്ക് കണ്ടേക്കാം. പണ്ട് നമ്മൾ പറയുമായിരുന്നു ഈ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയുന്നു. പക്ഷെ ഇന്നത്തെ കാലം മാറുമ്പോൾ കണ്ണാടി നന്നാക്കിക്കൊണ്ട് ചങ്ങാതിയെ കൂടി ഒഴിവാക്കും. ആ രീതിയിലേക്കെല്ലാം ചുരുങ്ങി പോകുമ്പോഴെല്ലാം ഒരു സുഹൃത്തിനും അടക്കം വലിയ രീതിയിലുള്ളൊരു പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒരു സൗഹൃദാന്തരീക്ഷത്തിൽ മാത്രമാണ് ഇവരെല്ലാവരെയും കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാനായിട്ട് അടക്കം സാധിക്കുകയുള്ളൂ എന്നതൊരു വാസ്തവപരമായ കാര്യമാണ്. തീർച്ചയായും ഡാനി 2 മുതിർന്ന കുട്ടികളുടെ അച്ഛനാണ്. ഡാനിയുടെ മകള് ഡിഗ്രിക്ക് പഠിക്കുന്നു, മോൻ സ്കൂളിൽ പഠിക്കുന്നു. അങ്ങനെ ഈ കുട്ടികൾ പ്രത്യേകിച്ചൊരു നമ്മളൊക്കെ 2K കിഡ്സൊക്കെ കളിയാക്കും, തന്ത വൈബുള്ളവരാണെന്നൊക്കെ പറഞ്ഞു. പുതിയ നമ്മളെപ്പോലുള്ള ആളുകളെയൊക്കെ തന്ത വൈബുള്ളവരാണെന്ന് പറയും. അങ്ങനെ ഡാനി എങ്ങനെയാണ് ഈ മക്കളെ പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് വളർത്തുന്നത്? പ്രത്യേകിച്ച് പണ്ടൊക്കെ ശിക്ഷിച്ച് വളർത്തണം, ശകാരിച്ച് വളർത്തണം എന്നൊക്കെ പറയും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ന്യൂജൻ പേരൻസ് ആണ്. അങ്ങനെ ഒരു ന്യൂജൻ പേരൻ്റ് ആണോ ഡാനി, അതോ
ഒരു തന്തവൈബുള്ള ആളാണോ? എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ കുട്ടികളെ ഈ ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഒരു അച്ഛൻ എന്ന ഒരു നിലയിൽ ഡാനിക്കുണ്ടോ? ടോം, ഇക്കാര്യത്തിൽ നമ്മൾ ഏത് കാലത്തിൻ്റെയും ഏത് വൈബിൻ്റെയും ഉള്ളടക്കം എന്ന് പറയുന്നത് അത് സുരക്ഷിതത്വം എന്നതാണ്. അത് പല കാലങ്ങളിൽ പല പോലെ ചിന്തിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ന്യൂജൻ ആളുകൾക്കൊപ്പം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊപ്പം അവരുടെ വൈബിനൊപ്പം ചേർന്നാലും അതിൻ്റെ ഒരു സംഗ്രഹം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് അത് അവരെ സുരക്ഷിതരാക്കുക എന്നതാണ്. അതിൽ അവർക്കൊപ്പം ചേരേണ്ടി വന്നാൽ അവർക്കൊപ്പം തന്നെ ചേർന്നിരുന്നു കൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്നത് മാത്രമേ സാധ്യമാകുന്നുള്ളൂ. അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ കടന്നു പോകുന്നത്. സ്വാഭാവികമായും ഒരുപക്ഷെ എന്നെ പോലുള്ളവർ ചിന്തിക്കുക, അവർക്കൊപ്പം കൂടി നിന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾക്ക് അവരെ കൂടി എൻഗേജ് ചെയ്യിപ്പിക്കുന്ന കുറച്ചുകൂടി ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു സമീപനങ്ങളിലേക്ക് അവരെ നടത്തണമെങ്കിൽ അവരുടെ കൈപിടിച്ച് നടക്കുക എന്നതാണ്. നമ്മുടെ കൈപിടിച്ച് നടക്കേണ്ട ഒരു കാലത്തിൽ നിന്നും അപ്പുറത്തേക്ക് അവർക്കൊപ്പം നടക്കുക എന്ന ശീലങ്ങളിലേക്ക് മാറേണ്ട ഒരിടങ്ങളിലേക്കെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ അവർക്കൊപ്പം നടന്നാൽ മാത്രമേ അവർ ചുറ്റുപാടുമുള്ളവരെ കുറിച്ച് പറഞ്ഞു തരികയുള്ളൂ. ആ പറഞ്ഞു തരികയിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് ഈ പതിരും അല്ലാത്തതുമെല്ലാം തന്നെ വേർതിരിച്ചെടുത്ത് അവരോട് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അങ്ങനെ ഒരു ഇഴയടുപ്പം എല്ലാ കുട്ടികളിലും തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരെ ബ്രോ എന്നെല്ലാം വിളിക്കുന്നത് പോലെ തന്നെ നമ്മളെയും അങ്ങനെ അഭിസംബോധന ചെയ്താൽ ഒട്ടും മടി കാണിക്കേണ്ടതില്ല. വിളി കേൾക്കാമെന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ശീലങ്ങളുടെ ഒരു വഴക്കം എന്ന് പറയേണ്ടത് വരിക. കാരണം അവരെ കേൾക്കാനായിട്ട് സമയം നമ്മൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. നമ്മൾ കേൾക്കാൻ അവരടുത്ത് വരണമെന്നെല്ലാം ഷഠിച്ചാൽ അങ്ങനെ ഒരു കാലത്തിലൂടെയല്ല കടന്നു പോകുന്നത്. കാരണം അവർക്കൊപ്പം നടക്കേണ്ടത് എപ്പോഴാണ് മക്കൾ ഫ്രീ ആകുന്നത് എന്നത് നമ്മൾ ബോധപൂർവം അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അവർക്കൊപ്പം കൂടേണ്ട കൂട്ടുകാരായി കുടുംബം മാറേണ്ടിയിരിക്കുന്നു. പക്ഷെ അതിനകത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുക, തെളിമയോടുകൂടി നടത്താൻ ശ്രമിക്കുക എന്നതെല്ലാമാണ് ഇപ്പോഴത്തെ ഒരു അനുസരണശീലങ്ങളിലേക്ക് വരിക. നമ്മൾ ചൂരൽ കാട്ടിയും മറ്റും വഴക്ക് പറഞ്ഞും അത്തരമൊരു കാലങ്ങളിൽ നിന്നെല്ലാം എപ്പോഴോ മാറിയിരിക്കുന്നു എന്നതാണ്. അത് തിരിച്ചറിയേണ്ട തന്നെയാണ് പാരൻറ്റിങ് എന്നെല്ലാം തന്നെ പറയേണ്ടത്. അവർക്കൊപ്പം കൂട്ടുകൂടുക, അങ്ങനെയൊരു കൂട്ടുകാരനെ തന്നെ. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ചങ്ങാതി ഒഴിവാക്കി കണ്ണാടിയെ കൂട്ടുപിടിക്കുന്ന ഒരു കാലത്തിലേക്ക് അവരങ്ങനെ മൊബൈൽ ഫോൺ കൂട്ടുകാരനാക്കുന്ന കാലത്തിൽ നിന്ന് പതുക്കെയെങ്കിലും അവരെ അടർത്തി മാറ്റിയെടുത്തുകൊണ്ട് നമ്മൾ അവർക്ക് ഊഷ്മളമായ സൗഹൃദ അന്തരീക്ഷം തന്നെ സൃഷ്ടിച്ചുകൊടുക്കും. അവരുടെ സൗഹൃദങ്ങളെക്കുറിച്ച് വീടുകളിൽ സംസാരിക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു ഇടമായിട്ട് തന്നെ മാറുക. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബമെങ്കിൽ അങ്ങനെ ആ രീതിയിലേക്ക് അവരെ അങ്ങനത്തെ ഒരു അന്തരീക്ഷം വീടിനകത്തുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തുന്ന ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ്. അത് അവരിലേക്ക് എത്തിക്കുവാൻ ഓരോരുത്തർക്കും കഴിയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നത്തെ ഒരു സാഹചര്യം അതാണ്. ഈ ആരൊക്കെയാണ് ചുറ്റുമുള്ളത് എന്നത് ആർക്കും തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാലം തന്നെയാണ്. എന്തൊക്കെയാണ് ചുറ്റുപാടുമുള്ളവരുടെ ശീലങ്ങൾ, അവരിലേക്ക് നമ്മുടെ കുട്ടികൾ നല്ല ശീലങ്ങൾ ഉണ്ടാകാം. സ്വാഭാവികമായി പാടില്ല എന്നല്ല, കുഞ്ഞുങ്ങളെ കേൾക്കുന്ന മാതാപിതാക്കളാകുക. സ്വാഭാവികമായിട്ട് ഏറ്റവും വലിയ ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്ക് തന്നെയാണ്.